കുറ്റം പറയാനില്ല, കുറ്റം പറയൂ. അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് AS സ്റ്റോറീസ്. ഇതിപ്പോ സമയം കുറെ ആയില്ല. സമയാവും. താങ്കൾ എന്ത് ചെയ്തോണ്ടിരിക്കണ? ഹെൽപ്പിംഗ് ആ? ഇത് അല്ല അപ്പൂസ്, സമയാവുമെന്ന് പറ. ഇത് ഓരോന്ന് പൊട്ടിച്ച് ഇതിനകത്തൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് അപ്പൂസ് നമുക്ക് റോസ്റ്റ് വേണം. അപ്പൂസ് ചെയ്യണം. നമ്മളിതൊക്കെ കുറച്ച് ചെയ്തടേ. അപ്പൂസ് കഴിച്ചോ, കഴിച്ചോ. അമ്മ എടുത്ത് പറ, കഴിക്കാൻ പോകാം. ആ ശരി, കഴിച്ചോ. ഇത് കഴിഞ്ഞില്ല പറ അപ്പൂസ്, ടൈം തരാൻ പറയാം. പെട്ടെന്നും കഴിയില്ല. ഇത്രയും പൊട്ടിച്ച് പൊടിച്ചിട്ടിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്, മനസ്സിലായോ? ഇത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇത്രയും സാധനം പൊട്ടിച്ചിട്ട് എത്ര കിട്ടുള്ളൂ. അപ്പൊ ഇത് പൊട്ടിച്ചതിന് ശേഷം പൊട്ടിക്കാൻ അറിയില്ലെന്ന് പറ. ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് കുറെ നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വായി വെച്ച് കഴിക്കാൻ പറ്റുമോ? ഒരു സാധനം വരും, മനസ്സിലായോ? അടുത്തല്ലേ വിളിക്കാം. പോ. എന്താ പരിപാടി? നമ്മൾ നേരത്തെ ഇട്ട സാധനം 100 രൂപയ്ക്ക് ഒരു കൊട്ടക്കണക്കിന് വാങ്ങിച്ച സാധനം പൊളിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? ഇതിലാണ് നമ്മൾ ഇനി എല്ലാ കുറേ സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് അവരോട് ചെയ്യാൻ പോകും. ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എന്തൊക്കെയാണ് എടുത്തേക്കണേ? ഞാനൊരു ചെറിയ എന്താണ് എൻ്റെ പേര് തോന്നുന്നു, കുക്കുംബർ എടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു തക്കാളി, ഒരു ഉള്ളി, ഇത്രേ എടുത്തിട്ടുള്ളൂ. ഈ മൂഡ് നമുക്ക് വേണ്ട. നല്ല ഫൈനായിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. പിന്നെ ഇതും വേണ്ട, പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. എനിക്കറിയാവുന്ന പോലെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഷെഫൊന്നുമില്ല, ഇത്രേ പറ്റത്തുള്ളൂ. ഇങ്ങനെ അല്ലല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. കട്ടിങ് ശരിയല്ല, കുക്കിംഗ് ശരിയല്ല. അതാണ് എൻ്റെ മോള് വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. അവള് മേളിൽ കയറാൻ പറ്റുമോ നോക്കിയാണ്. അപ്പൂസേ അടി വാങ്ങല്ലേ. അഞ്ചാം മുഞ്ചൂറൊക്കെ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ, കാരണം എൻ്റെ പടി ഇതല്ല, എനിക്ക് അറിഞ്ഞും കൂടാ. പക്ഷെ എന്തെങ്കിലും ഈ കുക്കിംഗ് പഠിച്ചിട്ട് നൈസ് കട്ടിങ്, അങ്ങനെ വേ ഓഫ് കട്ടിങ് മറ്റേ മെത്തേഡ് ഓഫ് കട്ടിങ് കുറേ സാധനം ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരിക്കലും തിരിച്ചു വരും. നമുക്ക് നോക്കാം. പഠിക്കണമല്ലോ, ജീവിതമാകുമ്പോൾ എല്ലാം പഠിക്കണമല്ലോ. ഓക്കെ, അപ്പം വെള്ളരിക്ക് ഇത്രയും മതി. തക്കാളി കെട്ട ഈസിയാണ്. ആ തക്കാളിയുടെ നടുക്കിലൊരു സാധനം ഉണ്ട്, അതൊന്ന് എടുത്ത് മാറ്റണേ. കുഴപ്പമില്ല. എന്താ പൂസേ ഇരുന്ന് കെട്ടാത്തെന്ത്? ഓരോന്നിട്ട് കെട്ടി. ഈ ചിപ്സ് പാക്കറ്റൊക്കെ ഇതിൽ ആഡ് ചെയ്യാനാ? എന്തോ ഇൻസ്റ്റയിൽ കണ്ടല്ലേ? സാധനം കണ്ടു നമുക്കപ്പോൾ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കറിക്കല്ലല്ലോ തക്കാളി കട്ട് ചെയ്യണേ. പക്ഷെ ഇത്രയും വലിയ പീസ് എന്തിനെന്നില്ല, പക്ഷെ അതിനകത്തിടുമ്പം കൂടിയാവും. അല്ല, നിനക്ക് കട്ട് ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല. ഇങ്ങനെയൊക്കെ എനിക്ക് ഒന്ന് ചെയ്യണം. കുക്കിംഗ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണം. തക്കാളി വേണോ? പക്ഷെ അവള് തക്കാളിക്ക് വന്നിക്കാണ്. പറയരുത്. അപ്പൊ കിട്ടിയാ തക്കാളി കിട്ടിയാ? ഓക്കേടാ. തക്കാളി അറിവില്ല. അതൊക്കെ ആർക്കും അറിഞ്ഞു കൊടുത്തുള്ളൂ. ലൈഫിൽ എന്തെങ്കിലും തക്കാളി അറുത്ത് നോക്കണമായിരുന്നു. ഒറ്റയടിക്ക് തിന്നുന്ന ആൾക്കാരാണ്. ഓക്കെ
എൻ്റെ കൈവിട്ട് ശുദ്ധമാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കുറ്റമായിട്ട് പറയാഞ്ഞോണ്ട് വരരുത്. ഫുള്ള്. അപ്പോൾ നമ്മൾ ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഉള്ളി കട്ട് ചെയ്തിട്ടപ്പോൾ ഉള്ളി വർഷങ്ങൾക്ക് ശേഷം അരിയുന്നുണ്ടായി കട്ട് ചെയ്യുന്നുണ്ട്. സോ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഉള്ളി നമ്മൾ ഈ ഉള്ളി ഇതിനകത്ത് മിക്സ് ചെയ്യണം. കുറച്ച് ഇടാം. ഓക്കെ. റെസിപ്പിയുടെ പേരെന്താണെന്ന് പറയാം. ഞാൻ ലാസ്റ്റ് പറയാം. ഇതിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയും. ഉണ്ടാക്കിയിട്ട് പറയൂ. എങ്ങനെ വരുന്നോ അതനുസരിച്ചുള്ള പേര്. ഓക്കെ. അടുത്ത് നമ്മൾ ബിങ്കോ പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാരണം ഫേവറേറ്റ് പാർട്ട് മിക്സ് ആയാണ് എങ്കിൽ മാത്രമേ ആദ്യം ഇതിനകത്ത് ആദ്യം ഒരു സ്പൂൺ എടുക്കാൻ മറന്നു. ഉപ്പിടണമല്ല. ഉപ്പിടണം. സ്പൂൺ എടുത്തിട്ടോ. സ്പൂൺ പാസ് ദ വീഡിയോ. സ്പൂൺ വെക്കും. സ്പൂൺ മുന്നേ വരില്ല ഫ്രെയിമിൽ. കുഴപ്പമില്ലല്ലോ. ഞാൻ വരണം ബാക്കിലോട്ട് അടുത്ത് നമ്മൾ ചാറ്റ് മസാല കൊണ്ട് ചോറിനായിട്ട് പൊടിക്കണം. അപ്പൂസ് മിണ്ടായി. അപ്പോൾ അതൊക്കെ ചെയ്യണോ? ഇതിനെ പൊടിച്ചാണ് ചെയ്യുന്നുണ്ട്. പൊടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗുമ്മ് കിട്ടില്ല. ഒന്നായി കുറച്ചും കൂടെ ക്രഷ് നന്നായിട്ട്. അപ്പൂസിനാണോ? എൻ്റെ ഇവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ കഴിക്കുന്നു. ഇത് പൊട്ടിക്കുമ്പോൾ ആക്ച്വലി സ്ലൈസ് ഓർമ്മ വിളിച്ചിട്ട് അപ്പൂസൻ തരാവേ. ഇതൊന്ന് പൊട്ടിച്ചിട്ടോട്ടെ. എന്തൊരു ഒബീഡിയൻസ് അപ്പൂസിന് കേട്ടാ. പിന്നെ മണ്ണായിരിക്കും. ആ ബിങ്കോ പൊട്ടിക്കുമ്പോൾ എനിക്കൊരു പീസ് എടുത്ത് വെക്കണേ. ഓക്കെ. ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താലും ഗുമ്മ് കിട്ടത്തുള്ളൂ. ഞാൻ തരാം. മുൻ്റെ കാര്യം കൊണ്ട് അത് പൊട്ടിക്കാം. ASMR മൈക്ക് വേണം. മൈക്കില്ല. ഓക്കെ. ലാസ്റ്റ് ഇത് കുറച്ച് എരിവുള്ളതാണ്. അപ്പോൾ അത് പൊട്ടിക്കുമ്പോഴാണ് ഒരു പീസ് എടുത്ത് വെക്കാൻ മനസ്സിലായി. ഇത് വേണ്ട പൂസ്. എരിവ എന്നാ ഒരു പീസ് അമ്മയ്ക്ക് എടുത്തു. ഇപ്പോൾ വേണ്ട. പിന്നെ തരും. ഞാൻ അപ്പൂസ് ഇത് തരാം. മാറി അപ്പൂസ് മാറി പൊളി. അപ്പൂസ് പൊളിക്കാനായിട്ടാ. ഇത് കണ്ടോ? ഇത് പൊട്ടിച്ചത് ഇങ്ങനെയാണ് വന്നിപ്പോൾ. നല്ല കുറച്ച് ഹാർഡല്ലേ? ഇല്ല. തരാം. ഓക്കെ. നമുക്കെല്ലാം മിക്സ് ചെയ്യണം. യാതൊരു ഡിന്നർ ഇതാക്കിയാലോ. സാധനം ക്വാണ്ടിറ്റി ഉണ്ട്. 4 പേർക്ക് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അല്ലേ അപ്പച്ചേ? ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇതിനെല്ലാം കാരണം ഈ കപ്പലണ്ടി നമ്മൾ ഇന്ന് പോയപ്പോൾ വെളിയിൽ നിന്ന് കിട്ടിയ ആ വണ്ടിയിൽ നിന്ന് വാങ്ങിച്ച ഫുള്ള് ഇതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ആൾറെഡി ഗൈസ് അതിൻ്റെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിട്ടപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ആരോ എങ്ങാണ്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ കപ്പലണ്ടി കിട്ടിയ സ്ഥിതിക്ക് ഇതെല്ലാം ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു കുറച്ച് ഉപ്പും കൂടെ ഇടേണ്ടി വരുന്നു. ഉപ്പ് ആണെങ്കിൽ നോക്കിയിട്ട്. അപ്പോൾ ആ ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഉദ്ഘാടനം ഏറ്റവും വലിയ നീ തന്നെ ചെയ്തോ? വലിയ ആളത് ചെയ്യാം. കൊള്ളാവോ? കൊള്ളാന്ന് പറ. അവിടെ നോക്കി പറ. കൊള്ളാന്ന്. സൂപ്പർ പറ. സൂപ്പർ. ഇങ്ങനെയാണ് സൂപ്പർ. അമ്മയെ നോക്കി പറ. സൂപ്പർ സൂപ്പർ. അപ്പസേ ഒന്നും കൂടെ പറ. അപ്പസേ സൂപ്പർ പറ. സൂപ്പർ പറ. ഓക്കെ. നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാം. ഓക്കെ. അവിടെ ഇരുന്നോ. ചമ്മട്ടോ. ശരി. എന്തോന്ന്? ശരി. അവിടെ പ്ലേറ്റ് വന്നായി. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. വലിയ പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റ് അല്ല, ബൗൾ. ഫസ്റ്റ് പ്ലേറ്റ്.
പറ കുറ്റം പറയാനില്ല, കുറ്റം പറയൂ. നീ കുറച്ച് ബാക്കി നിന്നോ. റിവ്യൂ പറയൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. അപ്പം എന്തെങ്കിലും കുറ്റം കുറവ് കാണൂടെ? കുറച്ച് ചാട്ട് മസാല വേണോ? ചാട്ട് മസാലയും വേണ്ടൊന്നും വേണ്ട. ഞാൻ കാണോ ഇത് അപ്പൂച്ചിനോട് ഇത്രയും കഴിക്കും. അപ്പൂച്ച് കഴിച്ചോ. തക്കാളി മാത്രം എടുത്ത് കഴിയട്ട. അപ്പൂച്ച് ഇത് മതി. അപ്പൂച്ച് നിനക്ക് വേണ്ടേ? അപ്പൊ ബോള് അപ്പൂച്ചിനോട് തന്നെ. അപ്പൂച്ചിന് ബൗൾ. ഓക്കെ കഴിഞ്ഞേ. എരിവുള്ളത് ഏതോ ഒരു ബിങ്കോല് എരിവുണ്ട്, അതുകൊണ്ടാണ് എരിവുണ്ട് വെച്ച്. പക്ഷേ പച്ചമുളകൊക്കെ ഇടണമായിരുന്നു കേട്ടോ. ഇന്നിട്ടാണ് ഞാൻ ചായ ഇതാണ്ട ഇത്രയുണ്ട്. വിശാലത്തിനും പറ്റും, എല്ലാം പറ്റും. ഇതിന്റെ നല്ലൊരു ഫോട്ടോ എടുത്തു. ഓക്കെ അമ്മ കൊള്ളാലോ. ഒരു സവാള കുറച്ച് നൈസായിട്ട് അരിയണം. എനിക്കറിയാൻ പോലും അറിയാം. എനിക്ക് അരിഞ്ഞത് ആരുമില്ലല്ലോ അല്ലേ അപ്പൂച്ചേ? അപ്പൂച്ചിന് വേണ്ടേ? വേണ്ടെങ്കിൽ എടുക്കണം നിന് നീ. അതിലും ചൂസ് ചെയ്ത് കഴിക്കുന്ന കുക്കുംബർ. അപ്പൂച്ചേ കൊള്ളാവോ? സൂപ്പർ എന്ന് പറ. കൊള്ളാവോ? കൈ മുറിക്കണം നിന്റെ സൂപ്പർ. പരിപാടി കഴിഞ്ഞു, എല്ലാവരും കൊടുത്തു. എനിക്ക് ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അവസാനം കുറച്ച് മെനക്കെടണം, അത്രയും. ഓക്കെ ബൈ.